സംസ്ഥാനത്ത് കൊറോണ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശുപത്രിയിൽ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാൻ നിർദ്ദേശം. രോഗവ്യാപനം കൂടുതലുള്ള എറണാകുളത്തും തിരുവനന്തപുരത്തും കൂടുതൽ ശ്രദ്ധ വേണമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. രശ്മി കാർത്തികയുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. രശ്മി, അടിയന്തര യോഗം ആരോഗ്യമന്ത്രി വിളിച്ചിരുന്നു. യോഗത്തിലാണോ ഇത്തരത്തിലൊരു വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത്? സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണ് രോഗബാധ എന്നുള്ളതാണോ ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത്? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം JN1 തിരുവനന്തപുരത്ത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. വിഷ്ണു, വ്യാപനം വർദ്ധിച്ചൊരു സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. ഇതിൽ രോഗവ്യാപനം നിയന്ത്രണ വിധേയമാണെന്നുള്ളതാണ് യോഗത്തിലെ വിലയിരുത്തൽ. അനാവശ്യ ഭീതി വേണ്ടെന്നും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട എന്നുമാണ് യോഗത്തിന്റെ തീരുമാനം. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഈ കൊറോണ കേസുകൾ, ആക്റ്റീവ് കേസുകൾ കൂടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്താൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മതിയായ ആശുപത്രി സൗകര്യങ്ങൾ ഉറപ്പാക്കണം എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി യോഗത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ ആശുപത്രികളിൽ ആവശ്യത്തിന് ഐസൊലേഷൻ, ICU ബെഡുകൾ ഉൾപ്പെടെ ഉറപ്പാക്കാനുള്ള നിർദ്ദേശവും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികൾക്കും നൽകിയിട്ടുണ്ട്. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്. അതോടൊപ്പം തന്നെ മരണക്കണക്കുകൾ, കൂടുതലായി മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മരണക്കണക്കിൽ ആശങ്ക വേണ്ട എന്നുള്ളതാണ് യോഗം നിലവിൽ വിലയിരുത്തിയിരിക്കുന്നത്. ഈ രാജ്യത്താകെ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ 89% കേരളത്തിലാണ്. 1900-ഓളം ആക്റ്റീവ് കേസുകളാണ് രാജ്യത്തുള്ളത്. ഇതിൽ 1700-ഓളം കേസുകളാണ് കേരളത്തിലുള്ളത്. കേന്ദ്രം പുറത്തുവിടുന്ന കണക്കാണിത്. 115-ഓളം പേർക്ക് ഇന്നലെയും കൊറോണ സ്ഥിരീകരിച്ചിരുന്നു. അതിൽ JN.1 എന്നുള്ള ഒമിക്രോണിന്റെ സബ് വേരിയന്റ് തിരുവനന്തപുരത്താണ് സ്ഥിരീകരിച്ചത്. ഈ ഒരു സാഹചര്യത്തിലും നാളെ കേന്ദ്ര ആരോഗ്യമന്ത്രി സംസ്ഥാനങ്ങളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. ശരി, സംസ്ഥാനത്ത് കൊറോണ നിയന്ത്രണ വിധേയമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തിയിട്ടുള്ളത്. രോഗവ്യാപനം കൂടുതൽ തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലാണെന്നും യോഗം വിലയിരുത്തി. രശ്മിയാണ് വിശദാംശങ്ങൾ നൽകിയത്.